ഇന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പിണറായിയെ വിളിക്കുമ്പോൾ മരുമോനെ കൂടി വിളിക്കണമോ എന്ന് പുച്ഛഭാവത്തോടെ ചോദിക്കുന്നത് കേട്ടു. രാജീവ് ചന്ദ്രശേഖർ ഒരു മരുമോനാണ്. എന്താണ് ആ മരുമോൻ്റെ ഗുണം? തൻ്റെ അമ്മായി അച്ഛനുമായി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിൽ JTL എന്ന് പറയുന്ന കമ്പനിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ നടന്നു. അവസാനം വിധി വന്നു. രാജീവ് ചന്ദ്രശേഖർ കോടികൾ കൈക്കലാക്കി. അതുമായി കർണാടകയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു JDUവിൻ്റെ സീറ്റുമായി രാജ്യസഭയിലെത്തി. അവിടെ നിന്ന് പോക്കറ്റിലെ കാശിൻ്റെ കനം കാണിച്ച് BJPയുടെ കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ BJPയുടെ അധ്യക്ഷനായി മാറി. പ്രധാനമന്ത്രിയോ ഏത് കേന്ദ്ര നേതാക്കൾ വന്നാലോ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ കയറി ഞെളിഞ്ഞിരിക്കും രാജീവ് ചന്ദ്രശേഖർ. ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോയി ഒരു പ്രവർത്തനം നടത്താനോ ഈ നാടിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ 10 സെക്കൻഡ് സംസാരിക്കാനോ കഴിവില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ആരോടാണ് പറയുന്നത്? ഈ നാട്ടിൽ സാധാരണ ജനങ്ങളുടെ വോട്ട് നേടി പലതവണ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന മുഹമ്മദ് റിയാസിനോട് എന്തർഹതയാണ് പ്രധാനമന്ത്രിയുടെ ഷോയിൽ വന്ന് നിൽക്കാനുള്ള അവകാശം എന്താണെന്ന്. കൃത്യമായി വോട്ട് തേടി ജയിച്ചു വരികയും മന്ത്രിയാവുകയും ഈ നാട്ടിൽ കൃത്യമായി വികസനങ്ങൾ പറഞ്ഞ് 3ാം വട്ടവും വിജയിക്കാനായുള്ള പോരാട്ടത്തിനിറങ്ങാൻ പോകുന്ന റിയാസിനോടാണ് ഈ കൊഞ്ഞനം കുത്തലെന്ന് കൂടി വരുമ്പോഴാണ് BJP നേതാക്കളോടുള്ള സ്ഥിരം പുച്ഛഭാവം കേരളത്തിന് വീണ്ടും ഇന്നത്തെ രാജീവിൻ്റെ പ്രസ്താവനയോട് ഇടാനായി തോന്നുന്നത്.